ഹായ് ഫോക്സ്, എൻ്റെ പേര് അനീഷ് ജോൺ, സ്റ്റാക്കപ്പ് ലേണിംഗ് ഹബിൻ്റെ CEO. നിങ്ങളിൽ പലരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യമായിരിക്കും, എന്തുകൊണ്ട് ഞാൻ സ്റ്റാക്കപ്പിൽ ജോയിൻ ചെയ്യണം? മറ്റ് 100 കണക്കിന് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ, വൈ ചൂസ് സ്റ്റാക്കപ്പ്? സ്റ്റാക്കപ്പിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന കുറച്ച് ഐഡിയോളജീസ് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കേരളത്തിൽ എന്നും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യൂത്തിന് യാതൊരു കുറവും ഉണ്ടായിട്ടില്ല. പക്ഷേ കേരളം എപ്പോഴും മിസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ളൊരു വർക്ക് എൻവയോൺമെൻ്റ് ആണ്. അല്ലെങ്കിൽ ഡീസൻറ്റ് സാലറി കിട്ടുന്ന ജോബ്സ് കേരളത്തിൽ വളരെ കുറവാണ്. അതിന് മൾട്ടിപ്പിൾ ആയിട്ടുള്ള റീസൺസ് ഉണ്ട്. അതിൽ കുറച്ച് റീസൺസ് നോക്കുകയാണെങ്കിൽ, ഒന്ന്, എഡ്യൂക്കേറ്റഡ് യൂത്ത് ഉണ്ടെങ്കിലും സ്കിൽഡ് ആയിട്ടുള്ള യൂത്ത് കുറവാണ്. പിന്നെ ക്വാളിറ്റി ആയിട്ടുള്ള കമ്പനീസിൻ്റെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിൽ നമ്മൾ വളരെ വേഗം തന്നെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ യൂത്തിനൊന്നും നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ ഇന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, കേരളത്തിൽ നിന്ന് ഒരുപാട് യൂത്ത് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട് മറ്റ് പല രാജ്യങ്ങളിലായിട്ട്. പക്ഷേ ഈ മൈഗ്രേഷൻ ഒരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമല്ല. കാരണം ഈ മൈഗ്രേറ്റ് ചെയ്യുന്ന ഓരോ സ്ഥലത്തും അവിടെ സാച്ചുറേറ്റഡ് ആകുമ്പോൾ ഇങ്ങോട്ട് തന്നെ സ്റ്റുഡൻസിന് തിരിച്ചു വരേണ്ട അവസ്ഥയുണ്ടാവും. അപ്പോൾ ഇന്നത്തെ അവസ്ഥ വെച്ചിട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ക്വാളിറ്റി ആയിട്ടുള്ള വർക്ക് പ്ലേസസ് വേണം, അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള കമ്പനീസ് വേണം. ജോബ് പ്രൊവൈഡ് ചെയ്യുന്ന ഡീസൻ്റ് ആയിട്ടുള്ള സാലറി കൊടുക്കുന്ന കമ്പനീസ് വേണം. അപ്പോൾ ഈ കമ്പനീസ് നമുക്ക് എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും? അപ്പോൾ ഒന്നെന്ന് പറയുന്നത്, നമുക്ക് നല്ല സ്കിൽഡ് ആയിട്ടുള്ള യൂത്തിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. എഡ്യൂക്കേറ്റഡ് യൂത്ത് അല്ല, സ്കിൽഡ് ആയിട്ടുള്ള യൂത്തിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ സ്കിൽഡ് ആയിട്ടുള്ള യൂത്തിനെ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? നമ്മുടെ കോളേജ് എഡ്യൂക്കേഷൻ കൊണ്ട് മാത്രം സാധ്യമാണോ? ഇല്ല, ഒരിക്കലും അല്ല. കോളേജ് എഡ്യൂക്കേഷൻ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു തിയററ്റിക്കൽ അപ്രോച്ചാണ് കോളേജ് എഡ്യൂക്കേഷൻ പലപ്പോഴും പോകുന്നത്. പക്ഷേ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഹാൻഡ്സ് ഓൺ അപ്രോച്ചാണ് ശരിക്കും ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഒരു യൂത്തിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് വേണ്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് നല്ല കമ്പനീസ് വേണം. എപ്പോഴാണ് നല്ല കമ്പനീസ് ഇങ്ങോട്ട് വരുന്നത്, കേരളത്തിലോട്ട് വരുന്നത്? നല്ല കമ്പനീസ് വരണമെങ്കിൽ ആ കമ്പനീസിന് ഉറപ്പ് വേണം ഇവിടെ സ്കിൽഡ് ആയിട്ടുള്ള റിസോഴ്സസ് അവൈലബിൾ ആണ്. സ്കിൽഡ് ആയിട്ടുള്ള റിസോഴ്സസ് അവൈലബിൾ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നല്ല കമ്പനികൾ ഇവിടെ വരാൻ തുടങ്ങും. നല്ല കമ്പനികൾ ഇവിടെ വന്നു തുടങ്ങുമ്പോൾ ഡീസൻ്റ് ആയിട്ടുള്ള സാലറിയും നമുക്ക് പ്രതീക്ഷിച്ചു തുടങ്ങാൻ പറ്റും. ഇത് മാത്രമല്ല, സ്കിൽഡ് ആയിട്ടുള്ള യൂത്ത് വരുമ്പോൾ വേറൊരു മാറ്റം വരുന്നതെന്ന് പറയുന്നത്, നമുക്ക് ഇവിടെ തന്നെ ഇവിടെയുള്ള യൂത്തിന് തന്നെ നല്ല കമ്പനീസ് ഫൗണ്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല ബിസിനസ്സസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും നമ്മുടെ നാടിൻ്റെ വളരെ വലിയൊരു ആവശ്യമാണ്. നമ്മുടെ നാട് വളരണമെങ്കിൽ ഇവിടുന്ന് ലോക്കലി ഗ്രോൺ ആയിട്ടുള്ള ബിസിനസ്സസ് വരണം, അതും നല്ല ക്വാളിറ്റി ഉള്ള ബിസിനസ്സസ് വരണം. ഇതിനായിട്ട് വേണ്ടുന്നത് എഡ്യൂക്കേറ്റഡ് യൂത്ത് അല്ല, സ്കിൽഡ് യൂത്താണ്. ക്വാളിറ്റി ആയിട്ടുള്ള സ്കില്ലുള്ള യൂത്തിനെയാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് സ്കിൽസ് എവിടെ നിന്നൊക്കെയാണ് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നത്? നോർമലി നമ്മൾ കോളേജ് എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് സ്കില്ല് നേടാനായിട്ട് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് പോകാറ്. അപ്പോൾ ഈ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ മിക്ക ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെയും ഔട്ട്കംസ് എന്ന് പറയുന്നത് വളരെ പൂവറാണ്. എന്ന് പറഞ്ഞാൽ ഈ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പാർട്ട് ടൈം ആയിട്ടായിരിക്കും മിക്കവാറും പഠിപ്പിക്കുന്നത്. പാർട്ട് ടൈം ആയിട്ട് പഠിപ്പിച്ചാൽ ഒരിക്കലും നമുക്ക് സ്കില്ല് അറ്റൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് പറയുന്നത്, ഒരു സ്കില്ലിന് അറ്റൈൻ ചെയ്യണമെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു പീരീഡ് ഓഫ് ടൈമിൽ ശരിക്കും നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്. അപ്പോൾ ഈ ഒരു ദിവസം 3 മണിക്കൂർ വെച്ചിട്ട്, അല്ലെങ്കിൽ ആഴ്ചയിൽ 3 ദിവസം നമ്മൾ പഠിച്ചിട്ട് നമുക്ക് ആ സ്കില്ല് ഒരിക്കലും ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ 100 കണക്കിന് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളതിൽ മിക്കതിലും പ്രോപ്പറായിട്ടുള്ള സ്കിൽസ് നമ്മൾ ഗെയിൻ ചെയ്യുന്നില്ല. നമ്മൾ മിക്കവാറും ഈ ട്രെയിനിങ് സെൻറ്റേഴ്സ് ചൂസ് ചെയ്യുന്നത് അവിടുത്തെ ഫീസ് നോക്കിയിട്ടായിരിക്കും. നമ്മൾ ഇന്നത്തെ ട്രെൻഡ് നോക്കിയിട്ട് ഒരു കോഴ്സ് ചൂസ് ചെയ്യും, എന്നിട്ട് ഏറ്റവും ലോ കോസ്റ്റുള്ളൊരു ട്രെയിനിങ് സെൻറ്റർ ചൂസ് ചെയ്യും. ഇതാണ് പതിവ്. അപ്പോൾ ഈ ലോ കോസ്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ് സെൻറ്റേഴ്സ് ചൂസ് ചെയ്യുമ്പോൾ അവിടെയുള്ള പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ശരിക്കും സ്കിൽഡ് ആവുന്നില്ല. നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട്, നമ്മൾ ശരിക്കും അതിന് വേണ്ടിയിട്ടുള്ള സ്കില്ല് നമ്മൾ ഒരിക്കലും അറ്റൈൻ ചെയ്യുന്നില്ല. ഇനി അടുത്തുള്ളതെന്ന് പറയുന്ന ക്വാളിറ്റി ആയിട്ടുള്ള ട്രെയിനിങ് സെൻറ്റേഴ്സ് ഉണ്ട്. പക്ഷേ മിക്ക ക്വാളിറ്റി ട്രെയിനിങ് സെൻറ്റേഴ്സിലും അവിടെ എന്ന് പറയുന്നത്, ഒന്ന്, വളരെ ഹൈ ആയിട്ടുള്ള ഫീസാണ് അവർ ചാർജ് ചെയ്യുന്നത്. അതായത് എക്സോർബിറ്റൻറ്റ് ഫീസ് തന്നെ, ചാർജസ് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ വളരെ മോശമായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ടെക്നിക്സ് ആണ്. അതായത് നമ്മുടെ ബൈജൂസിനെ നശിപ്പിച്ച അതേ മാർക്കറ്റിംഗ് ടെക്നിക്സ് തന്നെ യൂസ് ചെയ്യുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട്, ഓക്കെ, നമുക്ക് ഇന്ന കുറവുണ്ട്, അപ്പോൾ ഇന്ന കുറവ് നികത്തണം എന്നുള്ള രീതിയിലാണ് പലപ്പോഴും നമ്മുടെ ട്രെയിനിങ് സെൻറ്റേഴ്സ് അതിനെ കാണുന്നത്. അപ്പോൾ ഇതിന് രണ്ടിനും വളരെ വിപരീതമായിട്ടാണ് സ്റ്റാക്കപ്പിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. സ്റ്റാക്കപ്പിൽ നമുക്ക് വേണ്ടുന്നത് ജസ്റ്റ് ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഒരു യൂത്തായിട്ട് പുറത്തു പോവുക എന്നുള്ളതല്ല. നമുക്ക് വേണ്ടുന്നത് വളരെ സ്കിൽഡായിട്ടും അതേപോലെ
ഹ്യൂമൻ വാല്യൂസ് ഉയർത്തിപ്പിടിക്കുന്നതുമായിട്ടുള്ള ഇൻഡിവിജ്വൽസിനെയാണ്. അത് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് നമ്മൾ പറയും. വാല്യൂവിൽ അധിഷ്ഠിതമായ ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സ്കിൽസ് അത് നേടുക എന്നുള്ളതാണ് നമ്മുടെ സ്റ്റാക്കപ്പിലുള്ള നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരിക്കലും സ്കില്ല് മാത്രം വെച്ചിട്ട് നമുക്കൊരു നല്ല കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഷോർട്ട് ടേമിൽ നമുക്ക് കുറച്ച് ഗെയിൻസ് ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ ലോങ് ടേമിൽ നമുക്ക് ഗെയിൻസ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് നല്ല സ്കില്ലും വേണം, അതുപോലെ തന്നെ നമ്മൾ നല്ലൊരു മനുഷ്യനുമായിരിക്കണം. അതായത് ലോയൽറ്റി ഉള്ള ഒരു എംപ്ലോയിക്ക് മാത്രമേ നല്ലൊരു കരിയർ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ പോയിന്റ് പലപ്പോഴും നമ്മൾ മിസ്സാക്കാറുണ്ട്. നമ്മൾ പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മളടുത്ത് ജസ്റ്റ് സാലറി മാത്രം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുക എന്ന് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ കുറച്ചൊന്ന് മറന്ന് സ്കിൽസ് മാത്രമല്ല, സാലറി മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ ഹ്യൂമൻ വാല്യൂസും നമുക്ക് വേണം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് സ്റ്റാക്കപ്പിനുള്ളത്. അതുപോലെ തന്നെ പരസ്പരം സഹായിക്കുന്ന ഒരു യൂത്താണ് നമുക്ക് വേണ്ടത്. കാരണം നമ്മുടെ നാട് നന്നാവണമെങ്കിൽ നമ്മൾ മാത്രം നന്നായാൽ പോരാ, നമ്മുടെ അടുത്ത ജനറേഷൻ അല്ലെങ്കിൽ നമ്മുടെ ജൂനിയേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെയും നമുക്ക് ശരിക്കും പറഞ്ഞാൽ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റണം. എന്നാൽ മാത്രമേ നമ്മുടെ സൊസൈറ്റിക്ക് ഒരു പ്രോഗ്രസ് ഉണ്ടാകത്തുള്ളൂ. നമ്മുടെ സ്റ്റാക്കപ്പിൽ പഠിക്കുന്ന ഓരോരുത്തരും അവർ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണെങ്കിലും അവർ ഇൻവോൾവ് ആയിരിക്കുന്ന സൊസൈറ്റിയിലാണെങ്കിലും ഒരു അസറ്റായി മാറണമെന്നാണ് നമ്മുടെ കാഴ്ചപ്പാട്. സ്കിൽസ് ഗെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു വൺ ടൈം ആക്ടിവിറ്റി അല്ല, അതൊരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. കാരണം ഇന്നത്തെ വേൾഡ് എന്ന് പറയുന്നത് ഫാസ്റ്റായിട്ട് ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും പുതിയ ടെക്നോളജി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ടെക്നോളജി ഇവോൾവ് ആവുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളും ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മളും പുതിയ സ്കിൽസ് ഗെയിൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ പുറന്തള്ളപ്പെടും. അതുകൊണ്ട് ഓരോ ദിവസവും ഇറങ്ങുന്ന ടെക്നോളജിയെ പറ്റി നമ്മൾ അവെയർ ആയിരിക്കണം. ആ ടെക്നോളജിയെ പറ്റി പഠിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ സ്റ്റാക്കപ്പിൽ നമ്മൾ ലേ ചെയ്യുന്ന ഫൗണ്ടേഷൻ അതിന് വേണ്ടിയിട്ടാണ്. അതായത് ഒരു വൺ ടൈം സ്കിൽ ഗെയിൻ അല്ല, നമ്മളൊരു ലൈഫ് ലോങ് സ്കിൽ ഗെയിനിങ് പ്രോസസ്സിനാണ് തുടക്കമിടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും സെൽഫ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന് വളരെയധികം ഊന്നൽ നൽകുന്നത്. കാരണം നിങ്ങൾ ഒരു പ്രാവശ്യം സെൽഫ് ലേണിംഗ് യൂസ് ചെയ്തിട്ട് ഒരു ടെക്നോളജി പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു സ്കില്ല് ഗെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പുതിയ സ്കിൽസ് വരുമ്പോൾ അല്ലെങ്കിൽ പുതിയ ടെക്നോളജി വരുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതേ കോൺസെപ്റ്റ്സ് യൂസ് ചെയ്ത് ഈ സെൽഫ് ലേണിംഗ് യൂസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് ആ ടെക്നോളജി അല്ലെങ്കിൽ സ്കിൽസ് ഗെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ലൈഫ് ലോങ് കരിയറിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ് ഇവിടെ സ്റ്റാക്കപ്പിൽ ലേ ചെയ്യുന്നത്. അതിന് വേണ്ടുന്ന ഹെൽപ്പും അതിന് വേണ്ടുന്ന സപ്പോർട്ടുമാണ് സ്റ്റാക്കപ്പിൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ലോകം ബുദ്ധിമാന്മാർക്ക് മാത്രമുള്ളതല്ല, ഈ ലോകം എല്ലാവർക്കും ഉള്ളതാണ്. ചിലപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം, ചിലപ്പോൾ സ്ലോ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം. ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ലോകം. സ്റ്റാക്കപ്പിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമല്ല, സ്ലോ ആയിട്ടുള്ള ഒരാൾക്കും ഈക്വൽ ചാൻസ് കിട്ടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ രണ്ടുപേരെയും വളരെ കെയറോടെ തന്നെയായിരിക്കും ഞങ്ങൾ നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ബെസ്റ്റ് ആയിട്ടുള്ള ഒരാളെ അയാളുടെ രീതിയിൽ ഗ്രൂം ചെയ്തുകൊണ്ട് പോകാനായിരിക്കും ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി കുറച്ച് സ്ലോ ആയിട്ട് ഒരാളുണ്ടെങ്കിൽ നമുക്കറിയാം ഇയാൾ എല്ലാ കാലവും സ്ലോ ആയിരിക്കണമെന്നില്ല. അപ്പോൾ ഇയാളെ ഇനീഷ്യലി സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോൾ ഇയാൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ രണ്ടു പേർക്കും, ഇപ്പോൾ ബെസ്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക് അയാൾക്ക് വേണ്ടുന്ന രീതിയിലുള്ള ഒരു ഗ്രൂമിങ്ങും സ്ലോ ആയിട്ടുള്ള ഒരാൾക്ക് അയാൾക്ക് വേണ്ടുന്ന രീതിയിലുള്ള ഗ്രൂമിങ്ങുമാണ് നമുക്ക് കൊടുക്കേണ്ടത്. അല്ലാതെ ബെസ്റ്റ് ആയിട്ടുള്ളവരെ മാത്രം എടുത്തിട്ട് സ്ലോ ആയിട്ടുള്ളവരെ മൊത്തം കളയുക എന്നുള്ളത് ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കാത്തൊരു കാര്യമാണ്. രണ്ടുപേരും ഒരേപോലെയാണ്. ഈ ലോകം രണ്ടുപേർക്കും ഉള്ളതാണ്. ഈ ലോകത്തിൽ ഈ രണ്ടുപേർക്കും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ഒരു ലിമിറ്റും ഇല്ല. സ്റ്റാക്കപ്പിൽ ഞങ്ങളുടെ ഉദ്ദേശം നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ബെസ്റ്റ് ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ നല്ല ഇൻഫ്രാസ്ട്രക്ചർ, നല്ല ഇൻസ്ട്രക്ടേഴ്സ്, അതായത് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് കറൻ്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രിയെ പറ്റി നല്ല നോളജുള്ള ഇൻസ്ട്രക്ടേഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതുമാത്രമല്ല, നിങ്ങൾ ഫാസ്റ്റ് ആണെങ്കിലോ സ്ലോ ആണെങ്കിലോ നിങ്ങൾക്ക് ഒരേ ഓപ്പർച്യൂണിറ്റി കിട്ടണം എന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമാണ്. അറ്റ് സ്റ്റാക്കപ്പ് വി ഹെൽപ്പ് ദ നെക്സ്റ്റ് ജനറേഷൻ ഓഫ് യൂത്ത് ടു അച്ചീവ് ദെയർ ഡ്രീംസ്. നിങ്ങളുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സ്കിൽസ് വേണം. നിങ്ങൾക്ക് സ്കിൽസ് ഗെയിൻ ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചറും ഏറ്റവും ബെസ്റ്റ് ഫെസിലിറ്റീസും ഏറ്റവും ബെസ്റ്റ് ഇൻസ്ട്രക്ടേഴ്സും തരിക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. നല്ല ഇൻസ്ട്രക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ക്വാളിറ്റി ആയിട്ടുള്ള, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, കറൻ്റ്ലി ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന, ഇൻഡസ്ട്രി ട്രെൻഡ്സ് അറിയാവുന്ന ഇൻസ്ട്രക്ടേഴ്സിനെ തരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുവഴി നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്കിൽസ് ഗെയിൻ ചെയ്യാനും അതുവഴി തന്നെ ഏറ്റവും നല്ലൊരു ഇൻകം ഗെയിൻ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. അതുമാത്രമല്ല,
നിങ്ങൾ ഫാസ്റ്റ് ആണെങ്കിലോ സ്ലോ ആണെങ്കിലും നിങ്ങൾക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടണം എന്നുള്ളത് നമുക്ക് നിർബന്ധമാണ്. ഫാസ്റ്റ് ആയിട്ടുള്ളവർക്ക് അതിനനുസരിച്ചുള്ള ട്രെയിനിങ്ങും സ്ലോ ആയിട്ടുള്ളവർക്ക് അതിനനുസരിച്ചുള്ള സപ്പോർട്ടും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. വി ഇന്റൻഡ് ടു മേക്ക് കേരള the best place to live, work and lead a peaceful life. So let's together make Kerala the real God's own country. Thank you.